ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മുമ്പിലേക്ക് എത്തിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് എന്താണ് നടന്നിട്ടുള്ളത്? അതായത് നിലവിൽ ഞാൻ പറയുന്നത് നമ്മുടെ പ്രമുഖ അണ്ണാച്ചിയായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കേസാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നിലവിൽ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങൾ രണ്ട് ദിവസമായിട്ട് നമ്മുടെ ചെകുത്താൻ അലക്സ് പുള്ളിക്കാരനെ ഇവിടെയും കാണാനില്ല. അപ്പം പുള്ളിക്കാരനിപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ഒരു കേസും മറ്റുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന ഒരു കാര്യം അതിൻ്റെ ലൈവായിട്ട് പിന്നെ മനോരമ ചാനൽ അത് കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ടെലികാസ്റ്റ് ചെയ്യുമോ ഇല്ലെന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. എന്തായിരുന്നാലും ആ ഒരു സംഭവത്തിൻ്റെ അകത്ത് സ്റ്റേഷൻ്റെ മുമ്പ് വെച്ച് നടന്ന ചില കാര്യങ്ങളുണ്ട്. ബെസ്റ്റ് നമുക്ക് നോക്കാം. ഞാൻ ചാനൽ പറഞ്ഞതാണ് തോക്ക് ചൂണ്ടി ഇദ്ദേഹം പറഞ്ഞു. പിറ്റേ ദിവസം ചോദിച്ചപ്പോൾ അത് വീട്ടിൽ ജയിച്ചെന്നാണ് ആള് പറഞ്ഞത്. അപ്പൊ പിന്നീട് ഈ ഹോസ്പിറ്റലൈസ് ഒക്കെ ആയപ്പോൾ നമുക്കൊരു ഞാൻ നിങ്ങളോട് നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ. ഞാൻ ചേട്ടനെ പോലെ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ നിന്നു. അത്ര ഒരു സാഹചര്യത്തിൽ വിട്ടു പോകണ്ടല്ലോ എന്ന് വെച്ച് നിന്നു. അത് കഴിഞ്ഞ പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ എസ്കേപ്പ് ആയി. എന്തെങ്കിലും നമ്മുടെ ജീവൻ കളയേണ്ട ആവശ്യമുണ്ടോ? ഇവൻ ആരെങ്കിലും കൊല്ലും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ടെന്ന് ഞാൻ ഇപ്പൊ പറയാം. ഞാൻ ഇതുവരെ പറഞ്ഞ ഒന്നും തരിട്ടില്ല. നിങ്ങൾ നോക്കിയോ, ഇവൻ ആരെങ്കിലും കൊല്ലും. നാളെ കൊല്ലുന്നിടം വരെ ഒരു വെയിറ്റ്. എനിക്ക് അത്ര പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനോ നിങ്ങളോ ഒരു തോക്കോ ഒരു കളിത്തോക്കോ എടുത്തുകൊണ്ട് പോയിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ റോഡിൽ കൂടെ പോകുന്നൊരു വ്യക്തിയെ ചുമ്മാ ഒന്ന് പോയി കൊണ്ട് കാണിച്ചിട്ട് അയാൾ പാനിക്കായി ആ ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ കൂടെ എങ്ങാനും അല്ലെങ്കിൽ എവിടെ കൂടെയെങ്കിലും അത് പ്രചരിക്കപ്പെടുകയോ ഈ വ്യക്തി പോയി പരാതിപ്പെടുകയോ ചെയ്താൽ അവൻ കളിത്തോക്കായിക്കോട്ടെ എന്ത് തോക്കായിക്കോട്ടെ എന്ത് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും അവനെ ഇമ്മീഡിയറ്റ്ലി പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ കൊണ്ടുപോകും, പോലീസ് തൂക്കും. ഒരു സംശയമൊന്നും വേണ്ട. നമ്മുടെ സംവിധാനം അത്രയും സ്ട്രോങ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തെ ഇപ്പം നമ്മുടെ ചെകുത്താൻ പറഞ്ഞൊരു കാര്യം വളരെ കറക്റ്റായിട്ടുള്ള കാര്യമല്ലേ. അതായത് ഇദ്ദേഹം ഇനി ആരെങ്കിലുമൊക്കെ അപായപ്പെടുത്തുന്നത് വരെയും അദ്ദേഹം ചെയ്ത കാര്യങ്ങളെല്ലാം പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം പബ്ലിക്കിലേക്ക് വന്ന് പറഞ്ഞ് ആ ഒരു കാര്യം പൊതുസമൂഹം അതിനെക്കുറിച്ച് ഒരു ആവലാതിപ്പെടുകയും ആശങ്കപ്പെടുകയും അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഒരു തരത്തിലും അയാൾക്കെതിരെ ഒരു സംഭവം വരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് എലിസബത്ത് കേസ് കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും ആ ഒരു കാര്യം ചോദ്യം തന്നെയാണെങ്കിലും അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യത്തിനെക്കുറിച്ചും അവരെന്തുകൊണ്ട് അത് ഞാൻ പലവട്ടം സംസാരിച്ച് പോയ കേസാണ്. അതിനെക്കുറിച്ച് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. അത് അവരുടെ ഡിപ്രഷൻ അത് നമുക്ക് ആർക്ക് പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. എന്ത് കാര്യം ഒരു നിയമ വ്യവഹാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്യാനും ആ ഒരു കാര്യത്തിലേക്ക് വരാനുള്ള ഒരു ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ഉറപ്പ് അവർക്ക് കഴിഞ്ഞ 2 വർഷം അവരുടെ ലൈഫിൻ്റെ 2 വർഷങ്ങൾ കടന്നു പോയപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു. അതിനുശേഷം അവരെ മറ്റേ പൊത്തിൻ്റെ അകത്ത് നിന്ന് പുറത്ത് ചാടിച്ചതാണ്. ആ പുറത്ത് ചാടിച്ചതിന് ശേഷം അവർ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ടിട്ട് മറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന അണ്ണൻ വന്നിരുന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞാണ് ഇന്ന് നിലവിൽ ഈ വിഷയം കത്തിപ്പടർന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ബാക്കി കേൾക്കാം. അതിനെപ്പറ്റി സംസാരിക്കാൻ അത്ര ക്ലിയർ ആയിട്ട് ഞാൻ പറയുവാണ്. ബാല ആരെങ്കിലും കൊല്ലും ഉറപ്പാ. ഇങ്ങനെ പോയ ഇവൻ ഇത്രയൊക്കെ അനാസ്ഥ കണ്ടു കഴിഞ്ഞാൽ അവന് ചെയ്യാനുള്ള ധൈര്യം കൂടത്തേ ഉള്ളൂ. ഒന്നാമതിന് വെളിവുള്ളവനൊന്നും അല്ല. മനസ്സിലായോ? നമ്മളൊക്കെ പരാതി കൊടുക്കുമ്പോ ഒരു ഇതാണെങ്കിൽ അവനങ്ങ് ചെയ്യാൻ തോന്നുക. അവന് വെളിവുള്ളവനൊന്നും അല്ല. എനിക്കിപ്പോ സംശയമുണ്ട് അവൻ എന്തൊക്കെയോ ഭയങ്കര സപ്പോർട്ടുണ്ട്. അല്ലെ എങ്ങനെയൊക്കെയാണ്? അല്ല, ഭയങ്കര സപ്പോർട്ടില്ലെന്ന് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. തീർച്ചയായിട്ടും ഇതിപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മറ്റേ അണ്ണാച്ചി ഇട്ട വീഡിയോയ്ക്കകത്ത് പുള്ളിക്കാരൻ അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഇന്ന് എന്താണ് കംപ്ലയിൻറ്റ് കൊടുത്തു, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിളിക്കുന്ന സമയത്ത് ഈ അജു അലക്സ് എന്ന് പറയുന്ന ചെകുത്താൻ ഇന്ന സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ പോകുന്നു എന്നുള്ള കാര്യമൊക്കെ പുള്ളി എങ്ങനെയാണ് അറിയുന്നത്? ഇതെങ്ങനെയാണ് അറിയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് ആ പുള്ളിക്ക് എവിടെ കൂടെയൊക്കെ നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് എവിടെ കൂടെയൊക്കെ കിട്ടുന്നുണ്ട്. ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ എവിടെയൊക്കെയുള്ള മേഖലയുള്ള ആൾക്കാരൊക്കെ പുള്ളിക്ക് നല്ല കട്ടയ്ക്കുള്ള സപ്പോർട്ടുണ്ട്. അത് കാരണം കുറേ ആൾക്കാർ ഭയന്ന് ജീവിക്കണം. ഇദ്ദേഹത്തിന് തൊടാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അയാളുടെ നിയമം മൂലം ഇയാളെ തടയിടാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ ഇപ്പം യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ മറ്റുള്ള ആൾക്കാരായിക്കോട്ടെ എല്ലാവരും ഇപ്പോൾ രാജ ടോക്സ്, വിവി, എല്ലാ ചാനലുകളും അത്യാവശ്യം ഇന്ന് ആ ഒരു സ്ട്രൈക്കിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഇത് കാരണം ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അയാളുടെ കാര്യങ്ങൾ പബ്ലിക്കിലുള്ള കാര്യങ്ങൾ പോലും എടുത്ത് പറയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പോലും അസഹിഷ്ണുത, ഭയങ്കര കടുത്ത അസഹിഷ്ണുത. പക്ഷേ അതിൻ്റെ ഉള്ളിൻ്റെ അകത്ത് ജീവിതത്തിൻ്റെ അകത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു സ്ത്രീ വിളിച്ച് പറയുമ്പോഴേക്കും ആരും അതിനെ മുഖവിലക്കെടുക്കുന്നുമില്ല. ഒരു സാധനത്തിന് ഒരു വിലയില്ല. അതെന്ത് പരിപാടിയാ? ഇവൻ ഉറപ്പാ ഇവൻ എന്തെങ്കിലും അതിക്രമം കാണിക്കുക, ഒരു സംശയം വേണ്ടത്. ഇവൻ ഇത്രയ്ക്കും അല്ലേ കണ്ടിട്ടുള്ള വയലൻസ് ആണ് കണ്ടിട്ടുള്ളത്. എന്റെ റൂമിൽ കയറിയിട്ട് ബാക്ക് കരയുവാന്നറിയോ അവൻ കാണിച്ചു കൂട്ടിയെ കണ്ടിട്ട്. അവൻ എന്താ ഇതിങ്ങനെ ഒന്ന് അമർത്തിയാൽ തീർന്നില്ലേ?
ഇതെല്ലാം പറയുമ്പോൾ ഉടനെ എല്ലാവർക്കും ഭയങ്കര അങ്ങനെ ആയിരിക്കത്തില്ല, തോക്ക് ഒറിജിനലാണോ? ഒരുപക്ഷെ ചെകുത്താൻ പറയുന്നത് കൊണ്ടാണോ? അതായത് ഞാനല്ല പറഞ്ഞത്, മാഗ്ന കാര്യം കൊണ്ട് അവനാ പറഞ്ഞത്, ഞാനാ പറയുന്നത് പോലെ എന്നെ ഞാൻ കണ്ടിട്ടില്ല. അതാ അജു പറയുമ്പോൾ അതിനകത്തൊരു എന്താ പറയാ, മറ്റുള്ളവർക്കൊരു വില കൽപ്പിക്കുന്നില്ലാത്ത എടാ ഞാനല്ല, ആര് പറഞ്ഞാലും വില പറഞ്ഞാലും കിട്ടുന്നില്ലല്ലോ അത്. അല്ല, അതുകൊണ്ട് പറഞ്ഞ ആര് പറഞ്ഞാലും വില കൽപ്പിക്കണ്ടേ? ഒരാൾക്ക് ഒരു കാര്യം കണ്ടു, ഇപ്പം ആ ചോക്ക് തൂണ്ടിയിട്ട് ആ മറ്റേ വ്യക്തി മാനസികമായിട്ട് തകർന്നു പോയതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു തോക്ക് ഒരാൾ നമുക്ക് നേരെ ചൂണ്ടുന്ന സമയത്ത് ആ നിമിഷം മുതൽ നമ്മൾ കൗണ്ട് ഓൺ ആണ്. ആ ട്രിഗർ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ തീർന്ന്. ഈ നമ്മുടെ തലച്ചോറും പണ്ടോ അല്ല അടിച്ച് പൊട്ടിച്ചുകൊണ്ട് ആ സാധനം അങ്ങ് പോകും, കഴിഞ്ഞ് ഒന്നുമില്ലല്ലോ പിന്നെ പറച്ചില്ലൊന്നും. അപ്പം അതിൻ്റെ മുമ്പിലേക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്ക്. തൂക്കുകയറിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാൾ മറ്റേ കറുത്ത തുണിയിട്ട് ആ ഇടുന്നതിന് മുമ്പ് അയാളെ മറ്റേ ഇതുണ്ടല്ലോ ആ ലിവർ വലിക്കുന്ന ആ സമയം വരെ അയാൾക്കറിയാം അടുത്ത നിമിഷം ഞാൻ പോകുന്നത് ഈ കുഴിയിലേക്കാണ്, എൻ്റെ ഇവിടെ കഴുത്തെല്ലാം കൂടെ ഞെങ്ങി അത് പൊട്ടി തീർന്നു എന്ന്. അപ്പോൾ പിന്നെ ഈ കാഞ്ചി വലിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്കൊരു ദുർബല നിമിഷത്തിൽ അങ്ങ് വലിക്കാനങ്ങ് തോന്നി തീർന്നില്ലേ? ആ ഭയത്തിനെ കുറിച്ചായി പറയുന്നത്. അങ്ങനെ എന്തുകൊണ്ട് വരുന്നതെന്നുള്ള ഭാര്യയെ പറ്റി എന്തോ പറഞ്ഞു, എനിക്കെതിരെ പെട്ടെന്ന് തന്നെ എഫ്ഐആർ ഇട്ടു, കേസ് എടുത്തു. ഇവിടെ ആൾക്കാർക്ക് ജീവൻ പോകുന്നു എന്ന് പറയുമ്പോൾ കേസും ഇല്ല, കുഴപ്പമില്ല. ആർക്ക് എഫ്ഐആർ ഇടണ്ട, അന്വേഷിക്കാനുണ്ട്, ഒരുപാട് സംസാരിക്കാനും ചിന്തിക്കാനും ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അറിയുന്നത്. ഇവനെയൊക്കെ ഇനി ഇങ്ങോട്ടൊക്കെ വരണമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഇത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ചെറിയ കാര്യത്തിൻ്റെ അകത്ത് കഴിഞ്ഞ ഒരു 2 ആഴ്ച കാലം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദ്വയാർത്ഥ പ്രയോഗത്തിൻ്റെ പേരിൽ ഇവിടെ നടന്ന ചർച്ചയുടെ കോലാഹലങ്ങൾ നമുക്കറിയാം. അതും ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇവിടെയും ഒരു സ്ത്രീ തന്നെയാണ്, അല്ലെങ്കിൽ ഒന്നിലധികം സ്ത്രീകളാണ്. ആ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സത്യം പറഞ്ഞ സാധാരണക്കാരാണ്. ഈ പറഞ്ഞ അജു അലക്സ് എന്ന് പറയുന്ന അയാളും വലിയ കോടീശ്വരന് വലിയ സാമ്പത്തികമായിട്ടുള്ള ഒരാളോ വലിയ സംഭവമൊന്നുമല്ല. അയാൾ യൂട്യൂബിൻ്റെ അകത്തൊക്കെ വീഡിയോസൊക്കെ ചെയ്യുന്നു. അയാളുടെ കുറേ കാര്യങ്ങളായിട്ട് അയാൾ ഇൻഫ്ലുവൻസ് ചെയ്ത് പോകുന്നുണ്ട്. ഇഷ്ടപ്പെടുന്നവരുണ്ട്, വെറുക്കുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. അതിപ്പോൾ നമുക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി, അതുപോലെ കുറച്ച് പേര്, ഇപ്പോൾ കുറച്ച് യൂട്യൂബേഴ്സ് വിചാരിച്ചാലോ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിയമമുള്ള നാട്ടിൽ നിയമത്തിലൂടെ മാത്രമേ നീതി കിട്ടൂ. അതെല്ലാവർക്കും അറിയാം. പക്ഷേ കേസ് കൊടുത്തിട്ടും മറ്റുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടും നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൻ്റെ അകത്തുള്ള കാര്യം നിങ്ങൾ തന്നെ തീർക്കൂ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ആ ഒരു വിഷയത്തിനെ പോലും ലൈറ്റാക്കി എന്നുള്ള കാര്യം പല സമയത്ത് എലിസബത്ത് പറഞ്ഞിട്ടുണ്ട്. കേൾക്കാം. ഹലോ 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 മനോരമയുടെ റിപ്പോർട്ടർ എന്നെ തല്ലും എന്നാണ് എസ് ഐ പറഞ്ഞത്. അതായത് മീഡിയയുടെ മുന്നിൽ അന്ന് കമ്മീഷൻ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഈ വീഡിയോ ഇടുന്നവർ എന്താ ചവിട്ടും ഇടിക്കും തൊഴിക്കും എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ആ ഇടിക്കും തൊഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് മുമ്പ് ആദ്യത്തെ പ്രാവശ്യം വീട്ടിൽ കയറി തോക്കൊണ്ട് വരുന്നതിന് മുമ്പ് ഇവൻ ഇതുപോലെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അന്ന് എന്നെ അടിക്കുമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവൻ അടുത്ത് ഇനി എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പോരാത്തതിന് ഇവൻ സ്ഥിരമായിട്ട് ഇതൊക്കെ ഞാനിപ്പോൾ ഇവരൊക്കെ ഈ ലിജേഷ്, എലിസബത്ത് ഇങ്ങനെയുള്ളവരൊക്കെ പറഞ്ഞറിഞ്ഞാൽ ഇവൻ പല സമയത്തായിട്ട് എന്നെ കൊല്ലണം, എന്നെ പോലീസ് കേസിൽ കൊടുക്കണം, അതുപോലെ തന്നെ സബ് ജയിലിലോട്ടൊന്ന് ഇട്ട് കിട്ടിയാൽ ഒരു ദിവസം ഇവനെ ഇടിച്ച് ചോര ഛർദ്ദിപ്പിക്കാൻ ആളുണ്ട് എന്നൊക്കെ ഇവരുടെയൊക്കെ അവരുടെ ഇടയിൽ ഇരുന്ന് പറയുന്നുണ്ട്. ഇത് ഒരു വട്ടം പറഞ്ഞു നിർത്തുകയല്ല ചെയ്തേക്കുന്നത്, ഇവൻ പല വട്ടം പറയുന്നുണ്ട് ഇല്ലേ? ഞാൻ അറിഞ്ഞ കാര്യം സെയിം ഇതുപോലത്തെ പരിപാടി തന്നെയാണ്. അതായത് ഈ പറഞ്ഞ അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത ആൾക്കാർ, അതായത് ഇപ്പോൾ നിലവിൽ ഈ പറഞ്ഞ ചെകുത്താൻ്റെ കേസ് പറയുന്നില്ലേ, ഈ ചെകുത്താൻ്റെ കേസ് ഏതാണ്ട് എക്സാക്ട് ഇതുപോലത്തെ രീതി തന്നെയാണ് അറിയുന്നത്. ചെകുത്താനെ അവരുടെ കയ്യിലേക്ക് ഇദ്ദേഹത്തിൻ്റെ അഥവാ ഈ പറയുന്ന പ്രമുഖ നടൻ്റെ ആൾക്കാരുടെ കയ്യിലേക്ക് കിട്ടിയ ചെകുത്താനെ ഇടിച്ച് ചോര ഛർദ്ദിപ്പിക്കും. അതായത് ഇടിച്ച് ഇഞ്ചപ്പരുവാക്കും. അതായത് പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ലാത്ത രീതിയിലേക്ക് ആക്കി മാറ്റും. ജീവൻ മാത്രം കുറച്ച് ബാക്കി വെച്ചേക്കും എന്നുള്ള രീതിയിൽ ചെകുത്താനെ ചെയ്യുമെന്നുള്ള രീതിയിലേക്കൊക്കെയാണ് പലയിടത്തു നിന്നും കൂടെ അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾ അത്രയും ഹൈ റിസ്ക്കിലാണ് അയാളുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. അയാളുടെ ലൈഫ് ഇത്ര റിസ്ക് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ഈ പുറകിലുള്ള ആ ഒരു ആൾക്കാരുടെ എണ്ണം നമുക്കറിയാം. അപ്പം പിന്നെ ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയുന്നില്ല, അപ്പം പിന്നെ ഒരു അബലയായിട്ടുള്ളൊരു സ്ത്രീ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇത്രയും ഒന്ന് വിളിച്ച് പറഞ്ഞ് ജനങ്ങളൊന്ന് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊന്ന് എൻ്റെ കൂടെ നിൽക്കണേ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു വരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ കേട്ടത്. അതിനെ കേസ് കൊടുത്തു. ഓക്കെ, അപ്പോൾ പിന്നെ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന വധഭീഷണി പോലത്തെ ഒരു കാര്യം ആ സ്ത്രീക്കും ഉണ്ടാവത്തില്ലെന്ന് തോന്നുന്നുണ്ടോ? ആ സ്ത്രീ കൂടെ കഴിഞ്ഞാണ് 2 വർഷത്തോളം കൂടെ കഴിഞ്ഞ് ഡിപ്രഷനിലേക്ക് പോയി ലൈഫ് തന്നെ പോയൊരു സ്ത്രീ. ആ സ്ത്രീയുടെ ആ ഒരു വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിൽക്കുമ്പോൾ ആ സ്ത്രീ ഇനി വീണ്ടും വല്ല വെളിപ്പെടുത്തൽ നടക്കും, കയ്യിലുള്ള തെളിവുകളെല്ലാം ഉണ്ട് പുറത്തേക്ക് വരും എന്നുള്ളൊരു ഭയവും ഭീതിയും കാരണമാണ് ഇനിയിപ്പോൾ ആ സ്ത്രീ വല്ല അപായപ്പെടുത്തൂലെന്ന് ആർക്കറിയാം? ഇവരെല്ലാം കേട്ടിട്ടുള്ള കാര്യമാണ്.
പല സിറ്റുവേഷൻ. ഇവന്റെ ബർത്ത്ഡേ ആണോ അന്ന്? ഏതൊരു ബർത്ത്ഡേക്ക് എന്തോ നിങ്ങളെ പണ്ടത്തെ റീൽസ് നോക്കി ആരാണ് ഈ ചെകുത്ത എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് രോഷാകുലനുണ്ട്. ഇതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അന്നത്തെ സമയത്ത് എന്നോട് ചോദിച്ചത് എനിക്ക് ചെകുത്താൻ അറിയുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. അവൻ എന്തായാലും ഞാൻ കൊല്ലും, ഈ രീതിയിലൊക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ബർത്ത്ഡേ പോലും അവൻ അയാളെ കൊല്ലുമെന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന വ്യക്തിയാണ് ഇപ്പം ലിജീഷോ മറ്റേ പുള്ളി മറ്റേ ക്രിട്ടിക് എന്നുള്ള ചാനലിൽ കൂടെ വീഡിയോ ചെയ്യുന്ന ആ വ്യക്തി. അയാൾ പറയുന്നുണ്ട്, ദൃക്സാക്ഷിയാണ്, ഈ ചെകുത്താനെ കിട്ടിയ കൊല്ലണം എന്ന് പറയുന്ന ഒരു കാര്യം. അവൻ ആരാണ്, അവൻ എന്താണ്, അവനെ കിട്ടിയ കൊല്ലണം, ചെകുത്താൻ ആരാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കാര്യം. അപ്പോൾ ഇപ്പം ഈ ചെകുത്താൻ്റെ പേരിനൊപ്പം ഇപ്പം നമ്മൾ കുറേ യൂട്യൂബേഴ്സിൻ്റെ പേരും കൂടെ ചേർന്നിട്ടുണ്ട്. അപ്പം സീരിയസ്ലി ഉള്ള കാര്യം അതാ പറഞ്ഞ ലൈഫ് റിസ്ക്കാടേ, ഒരു സംശയം വേണ്ട, റിസ്ക് തന്നെയാണ്. അപ്പോൾ പിന്നെ ചോദിക്കുന്നത് എന്തിനാണ് സംസാരിക്കുന്നുള്ള കാര്യം. നമ്മളിനി സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? നമുക്കിനി സംസാരിച്ചല്ലേ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളെ പേര് ഹിറ്റ് ലിസ്റ്റിനകത്തുണ്ടല്ലോ, സ്കെച്ചിൽ നമ്മളെല്ലാവരും വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് നിങ്ങളടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള കാര്യം. നിങ്ങളെ A to Z കാര്യങ്ങൾ ഡെയിലി അറിയിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇനി എങ്ങാനും അറിയിക്കാൻ നമ്മൾ വന്നിട്ടില്ല എങ്കിൽ ഞാൻ എന്തായിരുന്നാലും പരമാവധി എന്നെ കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിൽ ഞാൻ വീഡിയോ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരാളാണ് ഇപ്പം. അപ്പോൾ ഇനി ഞാൻ എങ്ങാനും 1 ദിവസം 2 ദിവസം വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ, ഞാൻ അങ്ങനെ വരാൻ ആരോഗ്യം ഉണ്ടെങ്കിൽ, എനിക്ക് അസുഖം വന്നിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യും. ബട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നെയോ ഇതുപോലെ ചുറ്റും നിൽക്കുന്ന എല്ലാവരും ഡെയിലി വീഡിയോസ് എടുത്ത ആൾക്കാരാണ്. അവരും വന്നില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്തൊക്കെയോ പണി അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കും. ഇവൻ എന്നോട് ഭയങ്കരമായ വൈരാഗ്യം ഉണ്ടെന്നാണ് അതിനൊന്ന് മനസ്സിലാകുന്നത്. ഇവൻ തീർച്ചയായിട്ടും ഇനി എന്തെങ്കിലും ചെയ്യാൻ സംശയം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞ പരാജയമായിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ അതായത് ലൈഫ് ത്രെട്ട്, അയാളുടെ ജീവന് ഭീഷണിയുണ്ട് എന്നുള്ള കാര്യത്തിന് പൂർണ്ണമായി ഉറപ്പുള്ളത് കൊണ്ട് വന്ന് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുക്കാനാണ് വന്നേക്കുന്നത്. അതിൻ്റെ പേരിൽ FIR ഇടിക്കണം എന്നുള്ള കാര്യമൊക്കെ വന്നേക്കുന്നു. അതെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. അത് ചിലപ്പോൾ ഇനി പുറത്ത് വരേണ്ട കാര്യങ്ങളാണ്. നമുക്ക് മുന്നേ തോക്കുമായിട്ട് വന്നിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ അതിനകത്ത് തോക്കില്ല. അന്ന് തോക്കൊന്നും നമ്മൾ കണ്ടെത്താൻ പറ്റിയിരുന്നു. അതിന് പോലീസ് ഒഴിവാക്കി. ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കാതെ 3 ദിവസം കഴിഞ്ഞ് അന്വേഷണത്തിന് പോയി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആ തോക്ക് കേസിലുണ്ട്. അന്ന് എല്ലാവരും പറഞ്ഞു തോക്കില്ല, തോക്കുണ്ടോ, മീഡിയയിലടക്കം ചർച്ചയ്ക്ക് വന്നിരുന്നുണ്ട് ഇവൻ തമാശ കളിക്കുക. പക്ഷേ ഇയാൾ തോക്ക് കണ്ടു. എലിസബത്ത് ഉള്ള വണ്ടിയിലുണ്ട്. അന്ന് വന്ന് വണ്ടിയിൽ എലിസബത്ത് ഉണ്ട്. പരാതിയിൽ ഇതൊക്കെ തന്നെ പറഞ്ഞിട്ട് ഇവൻ ഇതുപോലെ ആ ഭീഷണി വരുന്നതൊന്നും നമ്മളെ പോരാത്തതിന് ഞാൻ അറിയാതെ. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്ക്. ചെകുത്താൻ ഇപ്പം അവിടെ നിന്ന സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. പക്ഷേ ഈ പുള്ളിക്കാരൻ ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. ഇയാൾ ഏത് നിമിഷം എന്തും ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് നിൽക്കുന്നു. അങ്ങനെ സബ് ജയിലിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇടിക്കാൻ ആളുണ്ടെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ജയിലിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇടിക്കാൻ ആളുണ്ടെന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ആലോചിച്ച് നോക്കണേ എന്ത് ലെവലുള്ള കാര്യങ്ങളാണെന്ന്. നമ്മൾ വിചാരിക്കാത്ത സമയങ്ങളിൽ ചിലപ്പോൾ ഒരു ദിവസം റൂമിൽ ഒരു 3-4 പേര് ആരാണെന്ന് നമുക്കറിയത്തില്ല, വെറുതെ പൊട്ടുന്നു. ഞാൻ തുറക്കുമ്പോൾ പറയാം, ഇങ്ങനെ കഥയൊക്കെ തുറക്കാവോ, വധഭീഷണിയൊക്കെ ഉള്ള ആളല്ലേ, സൂക്ഷിച്ചൊക്കെ അങ്ങനെ തുറക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരു നമ്പർ ഇറക്കുക. അപ്പോൾ എനിക്കെന്തോ വശപ്പിച്ച് പോകുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ഇതിനായിട്ട് വലിയ പ്രശ്നങ്ങളില്ലാത്ത സമയമാണ്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെയുള്ള പരിപാടികൾ ഇവന് ഇവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇവരൊക്കെ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഇവന് വിടത്തില്ലേ. അതായത് ചെകുത്താനെ നേരത്തെ സ്കെച്ച് ചെയ്ത് ചെകുത്താൻ നേരത്തെ പണി കൊടുക്കാനുള്ള എല്ലാ പരിപാടിയും പരന്ത് റാഞ്ചാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലത്തെ പരിപാടി ചെയ്ത് ആളെ പാനിക്കാക്കി ഒതുക്കാനുള്ള പരിപാടി നോക്കി എന്നുള്ള കാര്യം ഇപ്പോൾ തെളിഞ്ഞു വരുന്നു. എന്റെ വോൾട്ടാസ് സ്മാർട്ട് എയർ AC ആണ്. ഇത് സൂപ്പർ സൈലന്റ് ആണ്. ഇതിന്റെ മൾട്ടി അഡ്ജസ്റ്റബിൾ മോഡ് ആവശ്യമനുസരിച്ച് തണുപ്പിക്കുന്നു. സോ സ്മാർട്ട്. ആള് സൈലന്റാ, ജോലിയിൽ ഹീറോയും. എൻ്റെ ജീവനെ സൂക്ഷിക്കും. ഞാൻ അദ്ദേഹത്തിന് കൂടി ഉണ്ടായിരുന്നപ്പോഴും എനിക്കറിയാം ഈ ഇദ്ദേഹത്തിനെ കൊല്ലും എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇദ്ദേഹം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ഓപ്പൺ മീഡിയയിൽ എന്തോ ആള് പറഞ്ഞിട്ടുള്ളത്. ആരാണ് ഈ ചെകുത്താന്നൊക്കെ പറഞ്ഞ ആള് അലറുന്നൊരു പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എപ്പോഴാണ് തോന്നിയത്, എനിക്ക് തോന്നുന്നു ആ ബർത്ത്ഡേയുടെ എന്തോ ഒരു പരിപാടി ഞാൻ പറഞ്ഞില്ലേ, അതിനോട് സംബന്ധിച്ചുള്ള കുറേ വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇദ്ദേഹം ആരാണ് ചെകുത്താൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം എന്നോട് ആ സമയത്ത് അങ്ങനെ അത്തരത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവനെ ഞാൻ കൊല്ലുന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉണ്ട് കണ്ടോ, വ്യക്തമായിട്ട് ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഈ ചെകുത്താനെ തീരുമാനമാക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. കഥ തുറന്ന് പറയും, ഇങ്ങനെ കഥ ഒന്നും തുറക്കല്ലേ, ജീവന് ഭീഷണിയുള്ള ആളല്ല എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ എനിക്കിപ്പോൾ ഓർമ്മ വന്നാൽ ഇവരൊക്കെ പറയുമ്പോഴേ ഇത് കണക്റ്റ് ആവുന്നത്. അപ്പോൾ അതുകൂടെ കൂട്ടി വെച്ചുകൊണ്ടേ എന്താണൊരു പരാതി കൊടുക്കണം. അതുകൂടാതെ ഈ വഴിയിൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഓരോരുത്തർ വന്നിട്ട് ചുമ്മാതെ ചൊറിയത്തില്ലേ, അത്രയും പരിപാടിയൊക്കെ നടന്നിട്ടുണ്ടെന്നേ. ഇതിൽ ഇവൻ്റെ കളികളാണെന്നുള്ളത് നമ്മൾ പിന്നല്ലേ അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് പരാതി ഒന്നും കൊടുത്തേക്കാന്ന് വിചാരിച്ചു. കാരണം ഓൾറെഡി ആ കേസ് കിടപ്പുണ്ട്. അതിൻ്റെ മണ്ടയ്ക്ക് നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഇവൻ കമ്മീഷൻ ഓഫീസിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ ഭീഷണിയൊക്കെ പെടുത്തിയേക്കുന്നത്, അടിക്കും തല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് സീരിയസ് ഇഷ്യൂ ആണ്. അപ്പോൾ ഉറപ്പായിട്ടും കേസ് എനിക്കായാലും ഒരു പരാതി കൊടുത്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ വേറെ കാര്യങ്ങളുള്ളതെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് ഇനിയും വീണ്ടും ഒരു പരാതി കൂടെ കൊടുക്കുന്നുണ്ട്. അത് വേറെ കുറച്ച് കാരണങ്ങളാണ്. അപ്പോൾ എനിക്കെതിരെ അവൻ കുറേ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അത് ഓക്കെ, പുള്ളിക്കാരൻ എന്തായിരുന്നാലും സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ട്.
കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ, എന്നാലും നന്നായിട്ട് എല്ലാ കാര്യങ്ങളും വരട്ടെ, ലീഗലായിട്ട് തന്നെ വരട്ടെ. എല്ലാവരും പറയുന്നുണ്ടല്ലോ ഈ കേസ് കൊടുക്കുന്നില്ല എന്ന്. അതിനകത്ത് ഒരാൾ പബ്ലിക്കായിട്ട് ലൈവൊക്കെ ഇട്ടിട്ട് തന്നെ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നുണ്ട്, വധഭീഷണി നിലനിൽക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യത്തിന് തീരുമാനം എന്താവണം നോക്കാം. എന്നാലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ വൃത്തിക്ക് ചെയ്യണമല്ലോ. അന്ന് നമ്മൾ പിന്നെ ഇയാളും ഈ കഴിഞ്ഞ ദിവസം പാലാരിവട്ടം സ്റ്റേഷനിൽ ഇദ്ദേഹത്തിന് ഞാൻ പോയിരുന്നു. ഞാൻ പാലാരിവട്ടം സ്റ്റേഷനിൽ പോയി കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്തത് ബാലിക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ചെയ്തത് ജസ്റ്റ് എനിക്കിപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു, ആ 3 ലിങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലും ആ കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഭീഷണി ഉണ്ടാവുമോ, എൻ്റെ ജീവനോ സ്വത്തിനോ, ഇത് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ ഈ ചീഫ് മിനിസ്റ്റർ തുടങ്ങി എല്ലാവർക്കും ഞാൻ അയച്ചിട്ടുണ്ട്. കാരണം എനിക്ക് സുരക്ഷ വേണം. ബാലിക്കെതിരെ ഞാൻ പരാതിയല്ല കൊടുത്തിട്ടുള്ളത്. പരാതി കൊടുക്കേണ്ടത് എലിസബത്താണ്. എലിസബത്ത് കൊടുക്കുന്ന കാര്യങ്ങൾ കണക്ട് ചെയ്ത് വരുമ്പോൾ ഈ പറഞ്ഞ തോക്കാണെങ്കിലും ഡോണർ ആണെങ്കിലും ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യത്തിനും ഞാൻ ഒരിക്കലും മാറ്റി പറയില്ല. ഞാൻ ഉറച്ചു വെക്കുന്നു, ഞാൻ ഉണ്ടാവും. പിന്നെ ഇതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ പറഞ്ഞത് ആരും തോക്ക് കണ്ടിട്ടില്ല എന്നല്ല പറയുന്നത്, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനത് പറയാൻ തയ്യാറാണ്. ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. അവിടെ സീക്രട്ട് ഏജന്റ് സായി കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പുള്ളിക്കാരൻ തോക്ക് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. ഇദ്ദേഹം കൂടെ നടന്ന ആളാണ്, അയാളും കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ പോലീസിന് ഇതുവരെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം മാത്രമാണ്. അന്ന് നൈറ്റില് 12:30 അവൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എന്നെ അറിയാം, ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണെന്നും പറഞ്ഞു. ഒരുപാട് പേരോട് ഇനി ഒരുപാട് ഉണ്ട്. ഞാൻ പറഞ്ഞ കുറേ ചാനലും അവർക്ക് ഇത് പറയുമെന്ന് അറിയില്ല. പുറത്ത് വന്നവർ ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ ഒരു ആക്ഷനോ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. പാലാരിവട്ടം സ്റ്റേഷൻ ഞാൻ കൊടുത്തു, ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ സുരക്ഷയ്ക്ക് ഇത് വേണമെന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്, റെസീറ്റ് വാങ്ങിയിട്ടുണ്ട്. അവരെന്താ പറഞ്ഞത്? അത് ഞാൻ പുറത്തേക്ക് അറിയുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ തമിഴ്നാടാണോ എന്നൊരു ചെറിയൊരു തോന്നൽ എനിക്ക് തോന്നിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ചെന്ന് ഞാൻ പറയുന്നത് കാര്യം പറഞ്ഞപ്പോൾ SHO അവിടെ ഉണ്ടായിരുന്നില്ല, വേറൊരു ആളാണ് അത് കംപ്ലൈൻ്റ് ഒക്കെ നമ്മളെ വായിച്ചു നോക്കി റെസീറ്റൊക്കെ തന്നു. അപ്പോൾ അവർ ചോദിച്ചു പാല എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ചെന്നൈയിലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നത് വൈക്കത്തായിരിക്കും, അങ്ങനെയാണ് അവർ പറയുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ പറഞ്ഞു അപ്പോൾ എന്തായിരിക്കും നെക്സ്റ്റ് ഉണ്ടാവുകയെന്ന് ചോദിച്ചപ്പോൾ ബാലേനെ വിളിക്കും. ബാലേനെ വിളിച്ചിട്ട് നമ്മളീ പറഞ്ഞ പരാതിയിൽ നമ്മളീ പറഞ്ഞതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ദെൻ അതിനുശേഷം നമ്മളെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിളിപ്പിക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മളെ വിളിപ്പിച്ചാൽ മതിയല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ കംപ്ലൈൻറ്റുകൾ കൊടുക്കാതെ വെറുതെ വന്നിരുന്ന് ചാനലിൻ്റെ അകത്തിരുന്ന് വായ്ത്താളം ഇടുന്നൊന്നും അല്ലെങ്കിൽ ഇതൊന്നും കേസ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാരൊന്ന് കേൾക്കണം. ഒരാൾ വധഭീഷണിക്ക് അയാളുടെ മേൽ ഉള്ള വെല്ലുവിളി, അയാളുടെ ജീവൻ്റെ ആപത്തിനെതിരെ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്തു. മറ്റൊരാൾ കൂടെ നടന്നൊരു വ്യക്തി, അയാളും അയാളുടെ ജീവനും സ്വത്തിനും ആപത്ത്, അയാൾക്ക് പ്രൊട്ടക്ഷൻ വേണം എന്നുള്ള രീതിയിലേക്ക് അയാൾ മുഖ്യമന്ത്രിക്കും ഒക്കെ അടക്കം പരാതിയും അതുപോലെ സ്റ്റേഷനിലും പരാതി കൊടുത്തു. അങ്ങനെ പരാതി ആരും കൊടുക്കാതിരിക്കുന്നു ആരും വിചാരിക്കരുത്. പക്ഷേ പരാതിയിനുള്ള നടപടിയെക്കുറിച്ചാണ് നമുക്കിനി കാണേണ്ടത്. എന്തായിരുന്നാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ഞാൻ പറഞ്ഞല്ലോ. എങ്ങാനും നമ്മൾ ഇല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എന്തോ സംതിങ് പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം. ഓക്കെ, എന്തായിരുന്നാലും പറഞ്ഞതുപോലെ തന്നെ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടില്ല. എന്നെക്കാട്ടിലും വലിയ റിസ്കിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ് അവിടെ ആ ചാനലിൻ്റെ മുമ്പിൽ, അതാ സ്റ്റേഷൻ്റെയൊക്കെ മുമ്പിൽ പോയി സംസാരിക്കുന്ന അജു അലക്സ് എന്ന് പറഞ്ഞ ചെകുത്താനും അതുപോലെ തന്നെ എലിസബത്തും മറ്റുള്ള എല്ലാ ആൾക്കാരും. നമ്മൾ റിസ്കിൽ തന്നെയാണ്. നമ്മളൊക്കെ അവരുടെ ഇവർ പ്രൈമറി ആയിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ സെക്കൻഡറി ആയിട്ട് നമ്മളെ നിർത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മളാണ് അടുത്ത ഇരകളായിട്ട് മാറ്റി നിർത്തിയിരിക്കുന്നത്. എന്തായാലും സ്കെച്ചും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്, കൊട്ടേഷൻ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാ പരിപാടിയും നടക്കട്ടെ. എല്ലാം നമ്മുടെ ഈ കേരളത്തിൽ തന്നെയാണ്. ബാക്കിയുള്ളതെല്ലാം വഴിയെ കാണാം. അപ്പോൾ അണ്ണാവിടെ കളികൾ കാണാം. പക്ഷേ ഇവിടെ ഒരു നിയമമുണ്ട്, നീതിന്യായ വ്യവസ്ഥിതിയുണ്ട്, ഇവിടെ പോലീസ് സംവിധാനമുണ്ട്. കുറച്ച് പേരൊക്കെ എന്തെങ്കിലും തരത്തിൽ പുള്ളിക്കാരൻ്റെ വശംവദനാവും. എല്ലാവരും അങ്ങനെ ആവണമെന്നൊന്നും ഒരിക്കലും ഇല്ലല്ലോ. സോ ബാക്കിയുള്ളതെല്ലാം വഴിയെ കാണാം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്ന ഗൈസ്, ബൈ.